ണ്ട് സുഹൃത്തുക്കളെ, ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ കുളൂസ് പറയരുത്, തെളിവുള്ളതേ പറയാവൂ, അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു. അതിലൊരു ചങ്ങാതി പറയുന്നത് എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബേക്കിൽ നടന്നു എന്നാണ്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു, CM വലിയുള്ള അത് പൊരുത്തപ്പെടുമോ? ഏറ്റവും വലിയ അദബുകേടാണ് മഹാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് ദിവസം മുമ്പ് നൗഷാദ് അഹ്സനി, അതോടൊപ്പം തന്നെ മടവൂര് കാഫില, ഈ രണ്ട് മുസ്ലിയാക്കന്മാർ ഇവർ കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിക്കുന്നതിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഒരു ക്ലിപ്പ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ കേൾക്കണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇത് കള്ളപ്രചരണമാണ് എന്ന്. അതിൽ പറഞ്ഞ അതിൽ പറഞ്ഞത് ഒരു കാര്യം, പിന്നെ CM മടവൂര് മരണപ്പെട്ടിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് കണ്ണുറന്ന് നോക്കിയെന്നാ. മടവൂര് കാഫില മുസ്ലിയാർ വീടാന്തരം തിണ്ടിയിട്ട് മടവൂരിനെ കണ്ടിട്ടുണ്ടോ, മടവൂരിൻ്റെ കറാമത്ത് നിങ്ങൾക്കറിയോ, മടവൂരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഓരോ വീടാന്തരം കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ കിട്ടിയ ഒരു കറാമത്താണ് എന്ത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്ത് ചെയ്യുക, പുറകിൽ നടത്തിയിട്ട് CM മുന്നിൽ നടന്നു എന്ന്. അപ്പോൾ CM പറഞ്ഞ അത്ര, അല്ല നിങ്ങൾ മുന്നിൽ നടക്കുക എന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ മാറി അങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും കളിച്ച് നടന്ന ഒരു കാര്യം മടവൂര് കാഫില സംസാരിക്കുകയും അത് കേട്ടിട്ട് നൗഷാദ് അഹ്സനി അപ്പുറത്ത് പോയിട്ട് വിളമ്പുകയാണ്. ഇവിടുന്ന് കേട്ടിട്ട് അവിടെ പോയി ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഇവർ നാഴികക്ക് 40 പ്രാവശ്യം ഇവരെ എന്ത് ചെയ്യുക, ഈ കള്ളക്കറാമത്തുകൾ ഇങ്ങനെ വ്യാജ പ്രചരണം സമൂഹത്തിൽ ആകമാനം ഇവർ സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി. മടവൂരിൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് മടവൂർ ഒരു പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇവരെ കൂട്ടത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ഇങ്ങനെയുള്ള കറാമത്തുകളൊന്നും കൂടുതൽ പറയൂല. കാരണം മറ്റാൾ ചോദിക്കൂല, എന്തിനാണ് ചങ്ങാതി നീ ഇങ്ങനെയൊക്കെ ഇല്ലാത്തതൊക്കെ വന്ന് പറയുന്നത് ചോദിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂട്ടത്തിൽ മരിച്ചു പോകുമ്പോഴാണ് കറാമത്ത് കൂടുതൽ തള്ളല്. അപ്പോൾ കറാമത്ത് ഫാക്ടറികൾ ഉണ്ടാകുന്നു, ഗോഡൗൺ ഉണ്ടാകുന്നു, അത് വിളമ്പി കൊടുക്കാൻ ആൾക്കാർ, സപ്ലൈ ചെയ്യാൻ ആൾക്കാർ, ഇറക്കി കൊടുക്കാൻ ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് മുസ്ലിയാക്കന്മാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പോയിട്ട് ഒരു മുസ്ലിയാർ ഒരേ കഥ തന്നെ ഇവിടെ പറയുമ്പോൾ അതേ കഥ മറ്റേ മുസ്ലിയാർ തൊപ്പും തൊങ്ങലൊക്കെ വെച്ച് ആളും മാറ്റി, സന്ദർഭം മാറ്റി, സ്ഥലം മാറ്റി, പേര് മാറ്റി അവിടെ പറയാം. മറ്റു മുസ്ലിയാർ ഇതന്നെ അപ്പുറത്ത് പോയിട്ട് വേറെ രൂപത്തിൽ ആളെ പേരൊക്കെ മാറ്റിയിട്ട് പറയാം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ പിന്നെ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ഓരോന്നും എടുത്ത് കണ്ടാൽ രസകരമായിട്ട് തന്നെ ഞാനത് കൃത്യമായിട്ട് ഇവരുടെ തെളിവുകൾ പ്രമാണം, അതായത് ഇവരുടെ മുസ്ലിയാക്കന്മാർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മാറി മറിച്ചും ആളെ പേര് മാറ്റിയൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നറിയോ? ഇത് ജനങ്ങള് ഉത്ബുദ്ധരാകാനാണ്. നോക്ക് നിങ്ങൾ, ഇപ്പോൾ ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി, ബാനർ വെച്ച് കെട്ടിയിട്ട് മടവൂര് കാഫില അവിടെ ഛർദ്ദിച്ചത് അഹ്സനി കൊണ്ടുവന്നിട്ട് ഈ വേദിയിൽ ജനങ്ങളോട് പറയാണ് എന്ത്, CM മടവൂര് പിന്നെ മുമ്പ് ജിബ്രീലിനെ മുന്നിലേക്ക് നടക്കാൻ പറഞ്ഞു, അല്ല ജിബ്രീൽ പറഞ്ഞു, അല്ല നിങ്ങൾ മുന്നേ നടക്കുക ഞാൻ പിന്നെ നടക്കുക, ഇങ്ങനെ സംസാരിച്ച കാര്യം ഇത് അഹ്സനിക്ക് ഇരുന്ന് മടവൂര് കാഫിലെന്നാ. ഇത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഛർദ്ദിക്കുകയാണ്. ഇത് ഏറ്റുവാരാൻ, ഇത് വാരിയെടുക്കാൻ ഈ സമുദായത്തിലെ നിരപരാധികളായ ജനങ്ങളും അവർക്ക് ദീൻ അറിയില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കേണ്ടവരത് പഠിപ്പിക്കില്ല. ദീൻ കൃത്യമായി പഠിപ്പിച്ചാൽ പിന്നെ ഇവരെ പള്ളത് അറിയില്ലല്ലോ. ഇവര് വ്യാജ കറാമത്ത് ഗോഡൗൺ അടച്ചു പൂട്ടേണ്ടി വരും, ജാറങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും. ഇനി ഇത് കെട്ടിപ്പൊക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് അവരില്ലാത്ത കറാമത്ത് പ്രചരിപ്പിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇപ്പോൾ പേരോട് മുസ്ലിയാർ പറയാണ് ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ പിന്നെ തെളിവുള്ളതേ പറയാവൂ, കുളൂസ് പറയരുത് എന്ന്. ഇതന്നെ ഞാനും പറഞ്ഞതേ. ഇത് തന്നെ ഞാൻ പറഞ്ഞു, കുളൂസ് പറയാൻ പാടില്ല. ഔലിയാക്കന്മാർ ഔലിയ ഉണ്ട്, ഔലിയാക്കന്മാർ ആരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കറാമത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എന്താ മുഅ്ജിസത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പേരോട് വന്നിട്ട് പറയാണ് ഔലിയാക്കന്മാരെ കറാമത്ത് പറയുമ്പോൾ കുളൂസ് തട്ടരുത്. എന്നിട്ട് മൂപ്പര് പറയാണ്, ഞാൻ ഒരു ചങ്ങാതിയുടെ, എന്ത് ചങ്ങാതി, ആ ചങ്ങാതി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായ ചങ്ങാതി, അത് നിങ്ങൾക്ക് പറയാൻ പേടിയാണ്. ഒരു ചങ്ങാതി പറയാണ് എന്ത്, ജിബ്രീലിനെ പിന്നിൽ നടത്തിയിട്ട് ഇങ്ങനെ CM നടത്തിയെന്ന്. അത് മൂപ്പര് ഞെട്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ കുളൂസാണെന്ന് പേരോട് സമ്മതിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടത്തിലെ ആളാണ്, ഒരു കാലത്ത് തോളോട് തോള് മുട്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ് ആര്, അഹ്സനിയും പേരോടൊക്കെ. ഇപ്പൊ ഈ അഹ്സനിനെ പറ്റിയിട്ട് അപ്പൊ ആ പേരോട് പറഞ്ഞത് കുളൂസ് തള്ളാൻ പാടില്ല. ഞാൻ ഒരു ചങ്ങാതി പറഞ്ഞത്, എന്താ ചങ്ങാതിയുടെ പേര് പറഞ്ഞാല്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവര് പറയുന്ന പിന്നെ കറാമത്തിന്റെ ക്വാളിഫിക്കേഷന്റെ കോലാണ് ഇപ്പൊ ഈ പറഞ്ഞത്.
ഇവരുടെ കറാമത്ത് വിളമ്പുമ്പോൾ അതിന്റെ ആധികാരികതയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഒരാൾ അവിടെ പറയാ, മറ്റാൾ ഇവിടെ എതിർക്കുക, ഇയാൾ ഇവിടെ പറയാ, മറ്റാൾ അവിടെ എതിർക്കുക. ഈ ഒരു അവസ്ഥയിലാണ് ഇവരെ കറാമത്ത്. ആ സമയത്ത് പിന്നെ എന്താണ് യഥാർത്ഥ കറാമത്ത് എന്ന് പറയുന്നത്? എന്താണ് മോചിതത്ത്, ആരാണ് ഔലിയാക്കൾ? അത് പിന്നെ അത് തെളിവോട് കൂടി പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ പേരോട് പറഞ്ഞ പോലെ കുളൂസ് തള്ളാൻ പാടില്ല. ഇല്ലാത്ത കാര്യവും പറഞ്ഞിട്ട് സമൂഹത്തിൽ സാധാരണക്കാരെ വഞ്ചിക്കരുത്. ഉള്ളത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്, അതൊക്കെയാണ് മാറ്റിവെക്കും. എന്നിട്ടോ അത് ഖുർആൻ ആരാണ് ഔലിയാ? തുറന്നു പറയാലോ, ഖുർആൻ ഓതിയിട്ട് തന്നെ നിങ്ങൾക്ക് തെളിവ് പറയാൻ പറ്റും ആരാണ് ഔലിയാ, എന്താണ് കറാമത്ത്, എന്താണ് മോചിതത്ത്. ഇതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ല നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ ഗോഡൌണിൽ നിന്ന് കയറ്റി വിടുകയാണ്. ഈ അഹിസനി എടുക്കുന്നതൊക്കെ ഗോഡൌണിൽ നിന്ന് കയറ്റി വിടുന്നതാണ്. അതൊക്കെ മടവൂര് കാഫിലെ പോലെയുള്ള കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. അവർ ഇങ്ങനെ ഇത് കളക്ട് ചെയ്യാണ്, വീടാന്തരം കയറിയിട്ട് സെൻസസ് എടുക്കുന്ന പോലെ കളക്ട് ചെയ്തിട്ട് ഇത് ഗോഡൌണിൽ നിറയ്ക്കുകയാണ്. വേറെ ഒരു കാലത്ത് ഒരു മുസ്ലിം പറയുന്നു, ഇനിയും ഞങ്ങൾക്ക് ഒരു 5-6 കൊല്ലം പറയാനുള്ള കറാമത്ത് സ്റ്റോക്ക് ഉണ്ട് എന്ന്. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണേ. അപ്പൊ ഇത് അവിടെ നിന്ന് കൊടുക്കുക, ഇതിവിടെ കൊണ്ടുവന്ന് ഛർദ്ദിക്കുക. എന്നിട്ട് മറ്റാള് പറയാ അത് ഇല്ലാത്തതാണ്, കുളൂസ് പറയാൻ പാടില്ല എന്ന്. അപ്പോ ജിബ്രീലിന്റെ ബാക്കിൽ നടത്തിയ കാര്യം കുളൂസായി മാറിയില്ലേ? ഇതാരാ നിഷേധിക്കുന്നത്? ഈ നിഷേധിക്കുന്ന മഹാനാരാണ്? പേരോടാണ്. പറഞ്ഞതാരാണ്? പറഞ്ഞത് അഹ്സനിയാണ്. കാഫില മുസ്ലിം, ഇതൊക്കെ ഇവരൊക്കെ ഒരേ ഇതാണ്, ഒരേ നാണയത്തിന് ഇരുവശങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ ഇവരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തള്ളുന്ന കറാമത്താണ് കേട്ടോ. ഇത് CM മടവൂര് ഒരു പക്ഷേ പറഞ്ഞു കാണൂല. കാരണം ഇവരെ കൂട്ടത്തിൽ മരിക്കുമ്പോഴാണ് കറാമത്ത് കൂടുകയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. മരിക്കുമ്പോഴാണ് കറാമത്ത് കൂടുക. അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ഫോൺ ചെയ്ത് ചോദിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങ് ഫോൺ ചെയ്ത് ചോദിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കും, എന്ത് ചങ്ങായി നീ ഇതൊക്കെ ഇല്ലാതൊക്കെ വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എതിർക്കാൻ യാതൊരു വഴിയൊന്നുമില്ല, ചോദിക്കാനും മാർഗമല്ല. പിന്നെ ഇത് കേട്ട് വിഴുകാൻ നല്ലത് വല്ല മാർഗമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക, കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്, ഔലിയാ ഉണ്ട്. അതൊക്കെ ഇസ്ലാം വ്യക്തമായ മാർഗദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ തള്ളല് അത് കുളൂസാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഒരാൾ പറഞ്ഞു മറ്റാൾ നിഷേധിച്ചു. ഇതാണ് അവസ്ഥ. അവരെ കറാമത്തിന്റെ കോലം അതാണ്. അങ്ങനെ ജനങ്ങൾ കൃത്യമായി ബോധ്യമുള്ളവരാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.